അവര് പറഞ്ഞു ചേട്ടാ നമ്മള് ഉദ്ഘാടനം ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കൊളാബ് ചെയ്യണം കേട്ടോ എന്ന്. ഞാൻ ആകെ കേട്ടേക്കുന്നതും ചേട്ടാ ആകെ കേട്ടേക്കുന്നതും ഈ സ്റ്റേജിലൊക്കെ പറയത്തില്ലേ ഞാൻ ഇന്ന് വരെ അവനുമായിട്ട് കൊളാബ് ചെയ്തിട്ടേ ഇല്ലെന്ന്. അപ്പൊ എന്റെ ധാരണ വേറെ എന്തോ വൃത്തികേടാണെന്നായിരുന്നു. ഇവരങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഈ മനുഷ്യൻ പറഞ്ഞ് കൊളാബും വേണ്ട ഒന്നും വേണ്ട, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞു ഈ ഫീൽഡ് ശരിയല്ല. അവളെ ഒന്നും അറിയാൻ ചാടിയാണ്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് പോന്നേക്കുന്നത്. എനിക്കും പോകില്ല അങ്ങർക്കും പോകില്ല, ആ കൊണ്ടുപോയി അവർക്ക് ഒട്ടും പോകില്ല. അല്ലെങ്കിൽ അത് പറഞ്ഞു തരണ്ട മര്യാദക്ക്. ഇതെല്ലാം കഴിഞ്ഞ് പ്രശ്നങ്ങളും ഗുരുതരമൊക്കെ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് രണ്ട് വീഡിയോകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഈ കൊള്ളാബ്. ഈ പ്രണയം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ അടിവയറ്റിൽ, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, അടിവയറ്റില് മഞ്ഞുതുള്ളി വീഴുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ കക്കാ പുഴുങ്ങായിട്ടൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സാധനം നിങ്ങൾ പിടിക്കരുത്. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്, ആദ്യത്തെ സുഖങ്ങളും സന്തോഷങ്ങളും നടപ്പുകളും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വരുന്ന വള്ളി മക്കളെ പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ അവരോട് പ്രസവിക്കാൻ പറഞ്ഞ ആകെ എനിക്ക് പ്രസവിക്കാൻ മാത്രം അറിയത്തില്ല. പിന്നെ 2-3 പ്രസവമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും കാണിച്ചു വെച്ചേനെ. പ്രസംഗം നടക്കത്തില്ല. ഉദ്ഘാടനം എന്നൊക്കെ വിചാരിക്കുമ്പോ ഈ ഉദ്ഘാടനത്തിൽ വേറൊരു വാക്കുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ വിളിക്കുന്നവര് പറയുന്ന ആ വാക്ക് എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് 3 ഉദ്ഘാടനം എന്റെ കണ്ണിക്കൂടെ മിന്നി അങ്ങോട്ട് പോയി. ഇനാഗ്രേഷൻ എനിക്കിത് അറിയാൻ മേലായിരുന്നു. ഇത് പോയി കഴിഞ്ഞ് കുറെ നാള് കഴിഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത്, മോളെ അത് ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞാല് ഈ ഉദ്ഘാടനം വന്നു. ഇനാഗ്രേഷൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും വിട്ടുപോരെന്ന് എനിക്കൊരാഗ്രഹം. ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഈ ഇനാഗ്രേഷൻ അത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിലെല്ലാം കറങ്ങിയാണെന്ന് ആവശ്യത ചീത്തപ്പരി കേൾക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ കൊണ്ട് കൊച്ചുങ്ങളെ ഈ പരിപാടി പിടിക്കത്തില്ല എന്നത് കാര്യം. എന്നെ അത്യാവശ്യം ഞാൻ കുടുംബമൊക്കെ നോക്കി പോകുന്ന ഒരാളായതുകൊണ്ട്. ഒരു സ്കൂളായിരുന്നു, സ്കൂളിലോട്ട് വിളിച്ചു. ഞാൻ ഭയങ്കര സെറ്റപ്പിലൊക്കെ ചെന്നു. പോയ വഴിക്ക് കാർ കംപ്ലൈന്റ് ഒക്കെ ആണ്ട് വേറെ ഓട്ടോ വിളിച്ചൊക്കെ പോകേണ്ട വന്നു. അതുകൊണ്ട് അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് കഴിയപ്പോ എന്റെ കുഞ്ഞുങ്ങളെ ചെണ്ട കൊട്ടി, ഞാനിതുപോലെ അറിഞ്ഞു ചെണ്ട കൊട്ടിയാണ് എന്നെ കയറ്റുന്നത്. ഇനി ചെണ്ട കൊട്ടി കയറ്റാൻ മാത്രം ഞാൻ പ്രതിഷ്ഠയായിരുന്നു. അങ്ങനെ ഞാനങ്ങനെ ചിന്തിച്ച് ഞാൻ അങ്ങനെ ചെണ്ട കൊട്ടിന്റെ നടുക്ക് ചുന്തളിച്ച് ചെന്ന് അവർ ഓഫീസ് റൂമിൽ ചെന്ന് എന്നെ അവിടെ ഇരുത്തി. അവിടെ ഇരുത്തിട്ട് എനിക്ക് കുറച്ച് ചായ, ചേട്ടായി ഉണ്ട് ഞാനും ഉണ്ട്, 2 പേർക്കും ഓരോ ഗ്ലാസ് കാപ്പിയൊക്കെ തന്നു. ഞങ്ങളെ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മേശപ്പുറത്ത് ഇഷ്ടംപോലെ പലഹാരം, ലഡു, ജിലേബി, അലുവ, അങ്ങനെയുള്ള പല പല സാധനങ്ങൾ. അതിലൊരു ആള് വന്നിച്ച് അത് അവിടുത്തെ ആരാന്ന് ഇപ്പോഴും എനിക്കറിയാം. ഞാൻ ചോദിച്ചില്ല, കാരണം അത്ര നാണക്കാരായിരുന്നല്ലോ. അപ്പൊ പുള്ളി വന്നേച്ചോട് പറഞ്ഞു, മോളെ 2 എടുത്തോട്ടാ നിങ്ങൾക്കൊള്ളാണെന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് മടിച്ചെങ്കിൽ താമസമല്ലേ ചെന്നത്. ഞാനൊന്ന് മടിച്ച് 1 എടുത്ത് തിന്നു. ചേട്ടായി 1 എടുത്ത്, 2 എടുത്തേ കണക്ക് വന്നേ. പിന്നെ അവർ അപ്പുറത്ത് മുന്നോട്ട് പോയിട്ട് പിന്നെ വെച്ചറിഞ്ഞു, അയ്യോ എടുത്തില്ലേ, 2 നിങ്ങൾക്കുള്ളതാ. അത് കൊള്ളാതെ ഇടപാട്. ഞാൻ അപ്പൊ തന്നെ 2 പിന്നെ എടുത്ത്. 3ാമത് പോയിട്ട് അവരെന്നോട് വന്ന് പറഞ്ഞു, ഇതെന്താ എടുക്കാത്തേ, 2 നിങ്ങൾക്കൊള്ളാതെ എടുത്തോ. അതെന്നെ എടുക്കാൻ പറഞ്ഞറിയാവോ, അവിടെ ഒരു ബാഡ്ജ് ഇരിപ്പുണ്ടായിരുന്നു ഇങ്ങനെ കുത്താൻ വേണ്ടി. അതാണ് എടുത്ത് വെച്ചോ നീ പറയുന്നത്.